ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ അശ്വിനല്ല, പ്രീതിയുടെ സാധനങ്ങളൊക്കെ അശ്വിൻ്റെ, അതായത് ആകാശിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. പ്രീതി പോകുവാണല്ലോ, ആ വീട്ടിലേക്ക് പോകുവാണല്ലോ എന്നൊക്കെ ആലോചിച്ച് ആകെ വിഷമിച്ച പേപ്പർ നോക്കുമ്പോഴേക്കും അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ്. ശ്രുതിയുടെ നെറ്റിയിൽ പൊട്ടില്ല കേട്ടോ, ഇങ്ങനെ കരഞ്ഞ് എവിടെയൊക്കെയോ പൊട്ടൊക്കെ കളഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, ടവല് കൊടുക്കുന്നുണ്ട്. ശ്രുതി എന്നാന്ന് പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലായി, നിൻ്റെ ചേച്ചീനെ പിരിയുവാണല്ലോ, ആ വിഷമമല്ല, അതൊന്നും സാരില്ല, അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, നീ കണ്ണൊക്കെ തുടയ്ക്കാൻ വേണ്ടി പറയാണ്. ശേഷം ശ്രുതിനെ മാറ്റി നിർത്തുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് സീരിയസ് ആയിട്ടെന്ന് പറയുമ്പോൾ ശ്രുതിൻ്റെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടുവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അശ്വിൻ അതേ അളിയനെ ആകാശ് അന്വേഷിക്കുന്നുണ്ട്, ആകാശ് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് നിന്ന് അശ്വിനെ മാറ്റും കേട്ടോ. അതിനുശേഷം അശ്വിൻ വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ശ്രുതിനെ ആ മതിലിൻ്റെ അടുത്തേക്ക് ചാരി നിർത്തിയിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി പോവാണ്, അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടി തുടങ്ങുമായിരിക്കും. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴേക്കും വീണ്ടും ഫോൺ ബെല്ലടിക്കുന്ന ഒരു ഒച്ച കേൾക്കുവാണ്. അപ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ ശ്രുതിനെ ഒന്ന് തിരിഞ്ഞ് നിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ അവിടെ. ആ കണ്ണാടിയിൽ ശ്രുതിയുടെ പൊട്ട് നിലത്ത് വീണപ്പോൾ ആ പൊട്ടെടുത്തിട്ട് അശ്വിൻ ആ കണ്ണാടിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ശ്രുതിനെ നേരേക്ക് നിർത്തുമ്പോഴേക്കും ശ്രുതിയുടെ കറക്റ്റ് നെറ്റി തന്നെയാണ് ആ പൊട്ട്, മനസ്സിലായത്. അതായത് പ്രതിബിംബമായിട്ട് കാണില്ലേ, ആ സമയത്ത് ആ പൊട്ട് കറക്റ്റായിട്ട് ശ്രുതിയുടെ നെറ്റി തന്നെ നിൽക്കും. അത് കാണുമ്പോൾ ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ശ്രുതി ഒന്ന് ചിരിക്കുന്നുണ്ട്. അതായത് അശ്വിൻ വെച്ച പോലെ തന്നെ ആ പൊട്ട് നെറ്റിലിരിക്കുന്നൊരു ഭാഗമുണ്ട്, നല്ല രസമാണ് ആ ഭാഗം കാണാൻ. അതിനുശേഷം ശ്രുതി അവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും കണ്ണാടിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, എനിക്ക് നിന്നെ കാണണം, നീ മുകളിലേക്ക് വരണം, ടെറസിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ ലിപ്സ്റ്റിക്ക് കൊണ്ടോ പേന കൊണ്ടോ എന്ത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ശ്രുതി വിചാരിക്കും അശ്വിനാണ് എഴുതിയെന്ന് വെച്ചിട്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ മുകളിലേക്ക് പോകും. ഈശ്വരൻ, ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമായിരിക്കും അശ്വിൻ പറയാൻ പോണത്, എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ പോവായിരിക്കും, ഞാനും തിരിച്ച് ഇഷ്ടമാണെന്നൊക്കെ പറയും എന്നൊക്കെ ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചിട്ട് മുകളിലേക്ക് പോകുമ്പോഴാണ് അത് അശ്വിനല്ല ശ്യാമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് അവിടെ ഭയങ്കര ബഹളമൊക്കെ നടക്കുന്നത് കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം.